അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ടേബിളിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മൾ നിവർത്തേണ്ടത് ഇവിടെ ഇതുണ്ട് ഗൈസ്, ഇതുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ആക്കണം. പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. പക്ഷെ ഇവിടെ ചേറില്ല. ഇവിടെ നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ബോട്ടിലും ഗ്ലാസ്സും ഒക്കെ ഇവിടെ വെക്കാം. പിന്നെ ഇവിടെ പേനകളൊക്കെ ഇട്ട് വെക്കാൻ തോന്നുന്നു. പിന്നെ ഇവിടെ പേനകൾ നേരെ വെക്കാം. പിന്നെ ഇവിടെ സ്ഥലമില്ലാത്ത ചെറിയ ഇവിടെ പഠിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ സ്ഥലമില്ലാത്ത സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് എടുത്തിട്ട് വയ്ക്കാം. പിന്നെ ഇവിടെ പേനകൾ ഇത്ര ഇട്ട് വയ്ക്കാം ഗൈസ്. ഞാനിപ്പോ ഈ 2 പെൻസിലും പിന്നെ ഒരു പേനയും ഇതിനകത്ത് ഇട്ട് നോക്കാം. ഇതൊക്കെ ഞാൻ മുമ്പേ മുതൽ നോക്കിയതാണ് ഗൈസ്. ഇപ്പൊ ഇവിടെ 3 പേനകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഇടാൻ പറ്റും. കണ്ടോ ഗൈസ്? നമ്മളിത് ഇവിടെ ഇങ്ങനെ തുറക്കണം. ഇതിനകത്ത് നമ്മുടെ ബുക്കൊക്കെ എടുത്ത് വെച്ച് പഠിക്കാനൊക്കെ പറ്റും ഗൈസ്. പിന്നെ നമുക്ക് ദാഹിക്കണമെങ്കിൽ വെള്ളവും ബോട്ടിലും ഒക്കെ ഉപയോഗിക്കാം. ഇതിനകത്ത് പഠിക്കാൻ കൊള്ളാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ടേബിളൊക്കെ വാങ്ങിയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും കൂടി നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ വേറൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.